നമസ്കാരം. എണ്ണയ്ക്ക് വേണ്ടി പ്രധാനമായും വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്ന രാജ്യമാണ് നമ്മുടേത്. ലോക വിപണിയിൽ തന്നെ ഏറ്റവും വലിയ മൂന്നാമത്തെ ഇറക്കുമതിക്കാരാണ് ഇന്ത്യ എന്ന് പറയുന്നത്. നമ്മൾ പ്രധാനമായും റഷ്യ, സൗദി അറേബ്യ, ഇറാഖ്, UAE തുടങ്ങിയ രാജ്യങ്ങളെയാണ് എണ്ണയ്ക്ക് വേണ്ടി ആശ്രയിക്കുന്നത്. എന്തായാലും ഇന്ത്യയുടെ സമ്പത്തിന്റെ വലിയൊരു അളവ് തന്നെ ഈ എണ്ണ വാങ്ങലിന്റെ ഭാഗ്യമായി വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നുമുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള അവസ്ഥകൾക്കൊക്കെ ഉടൻ തന്നെ മാറ്റം വരുമെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു. കാരണം ഇന്ത്യയിൽ എണ്ണ ഖനനം തുടങ്ങിയിരിക്കുന്നു എന്ന ഒരു ചരിത്രപരമായ റിപ്പോർട്ടാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്നത്. ആന്ധ്രാപ്രദേശിലെ കാക്കിനാഡ തീരത്തോട് ചേർന്നാണ് നിലവിൽ ഖനനം ആരംഭിച്ചിരിക്കുന്നത്. കേന്ദ്ര പെട്രോളിയം മന്ത്രിയായ ഹർദീപ് സിംഗ് പുരി ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുമുണ്ട്. മേഖലയിൽ ആദ്യമായി ക്രൂഡ് ഓയിൽ ഖനനം ചെയ്തു എന്നുകൂടി ഹർദീപ് സിംഗ് പുരി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സമ്പൂർണ്ണ തോതിൽ എണ്ണ ഉൽപാദനം നടക്കുമ്പോൾ ചില മാറ്റങ്ങൾ സംഭവിക്കും എന്നതിന്റെ സൂചനയും മന്ത്രി പങ്കുവയ്ക്കുന്നുണ്ട്. കാക്കിനാഡ തീരത്ത് നിന്നും 30 കിലോമീറ്റർ ദൂരെയുള്ള കടലിലാണ് എണ്ണ ഖനനം നടക്കുന്നത്. മൊത്തം ഇവിടെ 26 എണ്ണ കിണറുകളാണുള്ളത്. ഇതിൽ 4 എണ്ണത്തിൽ മാത്രമാണ് നിലവിൽ ഈ ഒരു ഖനനം ആരംഭിച്ചിരിക്കുന്നത്. എന്തായാലും കൃഷ്ണ ഗോദാവരി നദീ തീരത്തോട് ചേർന്ന മേഖലയിലാണ് എണ്ണ കണ്ടെത്തിയിരിക്കുന്നത്. മേഖലയിൽ എണ്ണ സാന്നിധ്യം അറിഞ്ഞത് വർഷങ്ങൾക്ക് മുമ്പാണ് എങ്കിൽ പോലും 2016-2017 കാലത്താണ് ഖനനം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുന്നത്. പക്ഷെ പിന്നീട് അതിനുശേഷം കോവിഡിന്റെ വലിയൊരു പ്രതിസന്ധി ഉണ്ടായി. ആ സമയത്ത് മേഖലയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ നിലച്ചു പോയിരുന്നു. പക്ഷേ ആ പ്രതിസന്ധികളൊക്കെ മറികടന്ന ശേഷം ഇപ്പോൾ വീണ്ടും അവിടെ ഖനനം ആരംഭിച്ചിരിക്കുകയാണ്. എന്തായാലും അടുത്ത മെയ് ജൂൺ മാസത്തിൽ പ്രതിദിനം 45,000 ബാരൽ എണ്ണ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഇന്ത്യ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ആന്ധ്രയിൽ നടക്കുന്ന ഈ ഒരു നീക്കം അത് ലോക രാജ്യങ്ങൾ ഒന്നടങ്കം വലിയ ആശങ്കയോടെ തന്നെയാണ് നിരീക്ഷിക്കുന്നത്, പ്രത്യേകിച്ചും അറബ് രാജ്യങ്ങൾ. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.